ലിഷോയുണ്ട് കൂടെ. ഈ കോർപ്പറേഷൻ തൃശ്ശൂരിൽ കുറച്ച് പിന്നിലാണ് പോളിംഗ് ശതമാനം എന്ന് തോന്നുന്നു. നമുക്ക് ലിഷോയോട് തന്നെ ചോദിക്കാം. ലിഷോയ്, ഗുഡ് മോർണിംഗ്. പോളിംഗ് ശതമാനം എത്രത്തോളമാണ്? എങ്ങനെ പോകുന്നു വോട്ടെടുപ്പ്? വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 7.53% നിലവിൽ വോട്ടിംഗ് ശതമാനം ജില്ലയിലേത്. അത് കുറച്ച് അതായത് 8:30 ലഭിച്ച ആ ഒരു കണക്കുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ 7.53% പോളിംഗ് ശതമാനമുള്ളത്. ഈ ജില്ലയിൽ എല്ലായിടത്തും ഇപ്പോൾ അത്യാവശ്യം തിരക്കായിട്ടുണ്ട്. രാവിലെ അല്പം മന്ദഗതിയിലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ മിക്കവാറും എല്ലാ ഇടങ്ങളിലും നല്ല ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ അന്തിക്കാടാണ്. അന്തിക്കാട് സ്കൂളിൽ മന്ത്രി കെ രാജനും കുടുംബവും ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട്. കേരളവർമ്മ സ്കൂളിലാണ്, കേരളവർമ്മ കോളേജിലാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദുവും അതുപോലെ തന്നെ കുടുംബവും അങ്ങോട്ടേക്കാണ് വോട്ട് ചെയ്യാനെത്തുന്നത്. അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കോർപ്പറേഷൻ മേഖലയിലുമൊക്കെ തന്നെ മികച്ച പോളിംഗ് തന്നെ അതായത് മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിൽ രാവിലെ 8:30 വരെയുള്ള കണക്കുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നടക്കുന്ന കൊടുങ്ങല്ലൂരിലും ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടയിലും ഒക്കെ തന്നെ മികച്ച പോളിംഗ് തന്നെയാണ് അവിടെയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രാവിലെ അല്പം തിരക്ക് കുറവായിരുന്നു പോളിംഗ് സ്റ്റേഷനുകൾ. എന്നാൽ 8 മണിയോടുകൂടി എല്ലാ പോളിംഗ് ബൂത്തുകളിലും അത്യാവശ്യം നല്ല തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വോട്ടർമാർ ഉച്ചയോടുകൂടി തന്നെ പരമാവധി വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, വലിയ പോരാട്ടം നടക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷനിലും അതുപോലെ തന്നെ ഈ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്ന സ്ഥിതിയൊക്കെ നമുക്കറിയാവുന്നതാണ്. വലിയ പോരാട്ടമാണ് UDFും LDFും BJPയും ഒക്കെ തമ്മിൽ നടക്കുന്നത്. അത് 3 മുന്നണികളും ഭരണം പിടിക്കുമെന്നുള്ള തരത്തിൽ ഉള്ള ഒരു പ്രചരണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒക്കെ തന്നെ ഒരു ഫലമായി തന്നെ വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും ലിഷോ, എല്ലാ പാർട്ടികളും അതിനുള്ള കടുത്ത ശ്രമം തന്നെ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്.